കൂമൻതോട് പാലം സൈഡ് ഭിത്തി നിർമ്മാണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് സന്ദർശിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി. ഗാബിയോൺ കേജ് സാങ്കേതികവിദ്യയിൽ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കൂമൻതോട് സൈഡ് ഭിത്തി നിർമ്മാണം മന്ത്രി എം.ബി. രാജേഷ് സന്ദർശിച്ചു. 2018 പ്രളയത്തിലാണ് സൈഡ് ഭിത്തി തകർന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 51 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി കൂടി കണക്കിലെടുത്ത് വീതി കൂട്ടിയാണ് ഇവിടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 120 ദിവസം നിർമ്മാണം കരാർ കാലാവധിയുള്ള പദ്ധതി 45 ദിവസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം വേഗത്തിലാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. കൂമൻതോട് റോഡ് ഭിത്തി ഇടിഞ്ഞ് റോഡിന്റെ സൈഡ് ഇടിഞ്ഞ് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നതാണ്. അത് പുനർനിർമ്മിക്കണം എന്നത് ഈ പ്രദേശത്തെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ്. നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. അത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മമായും ഇനി ഇത്തരമൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. കരാർ പ്രകാരം ഈ വർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിരുന്ന സമയം 4 മാസമാണ്. 4 മാസം എന്ന് പറഞ്ഞാൽ 120 ദിവസം. ഇപ്പൊ 38 ദിവസമേ ആയിട്ടുള്ളൂ. ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. വണ്ടി പോകാവുന്ന നിലയിലാവും. അതായത് 4 മാസം കരാർ കാലാവധിയുള്ള 120 ദിവസം കരാർ കാലാവധിയുള്ള ഒരു വർക്ക് 45 ദിവസമാകുമ്പോഴേക്കും ഗതാഗത യോഗ്യമാക്കി മാറ്റും. ബാക്കി റോഡിന്റെ മറ്റ് നിർമ്മാണം മഴയ്ക്ക് ശേഷം പിന്നീട് നടത്തുകയും ചെയ്യും. ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും. വലിയ ദുഷ്പ്രചരണം ഇതിനെ സംബന്ധിച്ച് നടത്തിയിരുന്നു. ചിലർ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടി കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശക്തമായി തന്നെ നേരിടും. അത്തരം ആളെയൊക്കെ ശക്തമായിട്ട് നേരിടും. ചിലർക്ക് ഇത് നടക്കരുതെന്നായിരുന്നു താൽപര്യം. അവരെയെല്ലാം ദുഃഖത്തിലാക്കിക്കൊണ്ട് ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും. നിർമ്മാണ പ്രവൃത്തികൾ സംബന്ധിച്ച് വലിയ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ താൽപര്യത്തോടെ ചിലർ കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായി തന്നെ നേരിടുമെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.